കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും അതൊരു സെക്രട്ടറി സെൻട്രിക് പാർട്ടിയാണെന്നാണ്. അതായത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം അതിനെ നടത്തുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് സെക്രട്ടറിയാണ്. കോൺഗ്രസ്, BJP പോലുള്ള പാർട്ടികൾക്ക് പ്രസിഡന്റാ. അത് സംസ്ഥാനത്തായാലും അഖിലേന്ത്യാ തലത്തിലായാലും പ്രസിഡന്റാണ് ആ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാവ്. പക്ഷേ CPM അങ്ങനല്ല, സെക്രട്ടറിയാ. DYFI, SFI പോലെയുള്ള പോഷക സംഘടനകൾക്ക് പ്രസിഡന്റുമാരുണ്ട്, സംസ്ഥാനത്തും കേന്ദ്ര തലത്തിലും. പക്ഷേ ആ സംഘടനകളെയും നയിക്കുന്നത് അതത് പോഷക സംഘടനകളുടെ സെക്രട്ടറിമാരാണ്. CPM-നാവട്ടെ അല്ലെങ്കിൽ CPI പോലത്തെ പാർട്ടിക്കാവട്ടെ പ്രസിഡന്റ് ഇല്ല, എപ്പോഴും സെക്രട്ടറിമാരാ. CPIക്ക് പണ്ട് ഡാങ്കെ ചെയർമാനായിട്ടിരുന്ന SA ഡാങ്കെ ചെയർമാനായിരുന്ന ഒരു കാലമുണ്ട്. അത് പാർട്ടിക്കുള്ളിലെ ചില പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം ചെയർമാനായത്. പിന്നീട് ആ പദവി ഒഴിവാക്കുകയും CPIയും ഒരു സെക്രട്ടറി സെൻട്രിക് പാർട്ടിയായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ പിണറായി വിജയന്റെ സാന്നിധ്യമുള്ളിടത്ത് ആ പാർട്ടി പെട്ടെന്ന് സെക്രട്ടറി സെൻട്രിക് അല്ലാതായിട്ട് മാറും, അല്ലെങ്കിൽ സെക്രട്ടറി കേന്ദ്രീകൃതം അല്ലാതായിട്ട് മാറും. കഴിഞ്ഞ ദിവസം സമാപിച്ച CPM-ന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ അതാണ് കണ്ടത്. ആ പാർട്ടി സമ്മേളനം, ജില്ലാ സമ്മേളനം നയിച്ചത് അല്ലെങ്കിൽ നിയന്ത്രിച്ചത് വാസ്തവത്തിൽ പാർട്ടിയുമായി, പാർട്ടിയുടെ PB അംഗം എന്ന നിലയിലല്ലാതെ സംസ്ഥാനത്തെ പാർട്ടിയുടെ നടത്തിപ്പുമായി യാതൊരു ബന്ധവുമില്ലാത്ത പിണറായി വിജയനായിരുന്നു. അദ്ദേഹം ഇവിടെ ആദ്യാവസാനക്കാരനായിരുന്നു. തുടക്കം മുതൽ പൊതുസമ്മേളനം വരെ അദ്ദേഹത്തിന് സാന്നിധ്യം ഉണ്ടായി. അദ്ദേഹമാണ് ആ സമ്മേളനം നിയന്ത്രിച്ചത്, അല്ലാതെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നില്ല. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഏതാണ്ട് പൂർണ്ണമായി നിശബ്ദനായിരുന്നു എന്നാണ് നമുക്ക് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിടെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത് ഗോവിന്ദനോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി നാസറോ അല്ല. അതിനും മുൻപിൽ നിന്നത് അല്ലെങ്കിൽ മറുപടി നൽകിയത് പിണറായി വിജയനാണ്. സാധാരണ ജില്ലാ സമ്മേളനങ്ങളുടെ പതിവെന്ന് പറയുന്നത് അവിടെ വരുന്ന വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി മറുപടി പറയും. പിന്നെ സംസ്ഥാന തലത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ വേണ്ടതുണ്ടെങ്കിൽ, ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ചുള്ള പരാതി അല്ലെങ്കിൽ ഭരണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിമർശനങ്ങൾ, അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി മറുപടി പറയും. അതാണ് സാധാരണ ഗതിയിൽ നടക്കുന്നത്. പക്ഷേ ആലപ്പുഴയിൽ അങ്ങനെ ആയിരുന്നില്ല. ആ സമ്മേളനത്തിന്റെ നടത്തിപ്പ് മുഴുവൻ പിണറായി വിജയൻ ഏറ്റെടുക്കുകയായിരുന്നു. ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല, നേരത്തെ തന്നെ തീരുമാനിച്ച് ആദ്യാവസാനം പിണറായി വിജയൻ ആലപ്പുഴ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കണം എന്ന ഒരു നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നതും ഈ സമ്മേളനം നിയന്ത്രിച്ചതും. ഏതായാലും ഹെഡ് മാസ്റ്റർ അവതരിച്ചതോടുകൂടി ആലപ്പുഴ ജില്ലാ സമ്മേളനം വളരെ ഭംഗിയായിട്ട്, വെടിപ്പായിട്ട് നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിമർശനങ്ങളൊന്നും ഉണ്ടായില്ല. കമാന്നൊരക്ഷരം ഒരു പ്രതിനിധി സർക്കാരിനെതിരെയോ പാർട്ടിക്കെതിരെയോ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയോ ഉന്നയിച്ചില്ല. വടിയൊന്നും എടുക്കേണ്ടി വന്നില്ല. ഹെഡ് മാസ്റ്ററുടെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു വളരെ അച്ചടക്കത്തോടുകൂടി, കമ്മ്യൂണിസ്റ്റ് അച്ചടക്കത്തോടുകൂടി ഈ ജില്ലാ സമ്മേളനം നടത്തുന്നതിന്.